ഹലോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറയുന്നത് നമ്മളെ മുളക് കറി എങ്ങനെ വെക്കാമെന്ന് കാണിക്കാൻ പോവാണ്. ഞാൻ അധികവും അരച്ച് വെക്കാറെന്നാണല്ലോ ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നു ഞാൻ അരച്ച് വെക്കുന്നത് കാണിക്കാം. അതിനോടൊപ്പം തന്നെ ഞാൻ നിന്നിട്ട് ഉച്ചക്കത്തെ കറീൻ്റെ എല്ലാ വിഭവങ്ങളും കാണിക്കുന്നുണ്ട്. എല്ലാം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പപ്പായ കറി വെക്കുന്നുണ്ട്, പിന്നെ ഫിഷ് ഫ്രൈയും കൂടി വെക്കുന്നുണ്ട്, അതും കൂടി ഇതിൽ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യം ഞാൻ എന്ത് ചെയ്തു, നമ്മളെ കാശ്മീരി മുളകും ഉണ്ടമുളകും ആ ചുവന്ന കുഞ്ഞി ആ മുളകും പിന്നെ ഇച്ചിരി മല്ലിയും കൂടി നന്നായി കഴുകിയതിന് ശേഷം ഞാനൊരു അരപ്പയിലിട്ടിട്ടാണ് കഴുകാറ്. അപ്പോൾ അത് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇന്ന് കണക്കൊന്നും ഞാൻ പറയുന്നത്, നമുക്കൊരു ആവശ്യമുണ്ടാകും, നമുക്ക് എത്രയായിരിക്കും. ഇപ്പം നമ്മൾ കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒരുപാട് മുളക് വേണ്ടി വരും. ഇപ്പോൾ ഞാനിപ്പോൾ 2 പിള്ളേരായതുകൊണ്ട് ഞാനിപ്പോൾ ഒരു 15 കാശ്മീരിൻ്റെയൊക്കെ 15 ഉണ്ടമുളക് എടുത്ത് ഇച്ചിരി മല്ലിയും കൂടി ഇട്ട് ഞാൻ അരച്ചെടുക്കുകയാണ്. അപ്പോൾ അതെനിക്ക് 2 ദിവസത്തേക്ക് എനിക്ക് മതിയാവും. 2 ദിവസത്തേക്ക് മതി. ഫിഷ് ഫ്രൈ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മതിയാവുന്നുണ്ട് 2 ദിവസത്തേക്ക്. ഞാൻ 2 പിള്ളേരല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണക്കൊന്നും ഞാൻ അധികം പറയുന്നില്ല. നമുക്ക് എത്രത്തോളം ആവശ്യം വരുന്നത് അത്രത്തോളം നമ്മൾ അരച്ചെടുക്കാം. അപ്പം കശ്മീരി ഉണ്ടമുളകിനായിട്ട് ഞാൻ ഇച്ചിരി കുറവാണ് എടുക്കാറോ. അപ്പോൾ അങ്ങനെ ഞാൻ അരച്ച് നന്നായി നമ്മളെ പാകം വരുന്നത് വരെ അരച്ചെടുക്കണം. അപ്പോൾ പാകം നമ്മൾ ഈ തരി ഇങ്ങനെ കുത്തുന്ന അതുപോലെ ഇല്ലാത്ത നല്ല നൈസായിട്ട് അരയുന്നത് വരെ നമ്മൾ അരച്ചെടുക്കാം. അതിന് നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുത്തു. ഞാൻ ഇച്ചിരി തക്കാളിയും നീരുള്ളിയും പച്ചമുളകും. അപ്പോൾ ഇതൊക്കെ ഫിഷ് കറിക്ക് മാത്രമല്ല, അവൻ്റെ പപ്പായ ഞാൻ കറി വെക്കുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ പപ്പായൻ്റെ മുറ്റത്ത് ചെടിയിൽ പിടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പായ പറിച്ച്, വെജിറ്റബിൾസ് ഒന്നും ഇല്ലായിരുന്നു കറി വെക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു പപ്പായ പറിച്ച് കറി വെക്കാം. അപ്പോൾ അങ്ങനെ പപ്പായക്കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ പപ്പായക്കറി ചോറ് വയ്ക്കാനൊക്കെ നല്ല ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പപ്പായക്കറി. അപ്പോൾ അങ്ങനെ ഞാനത് നമ്മളെ നീരുള്ളി കട്ട് ചെയ്തു, തക്കാളി കട്ട് ചെയ്തു, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒക്കെ ഇതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാനിതാ നമ്മളെ പപ്പായ കുഞ്ഞായി കട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരേ ടൈമിൽ മീൻ കറിക്കും ഈ പച്ചക്കറിക്കൊക്കെ ഒരേ ടൈമിൽ ഞാൻ കട്ട് ചെയ്ത് വെക്കലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാനെടുക്കുക എഴുത്താൻ വന്ന് മിഠായി വേണമെന്നുണ്ട് കൂക്കലായി. അപ്പം അങ്ങനെ ഞാനൊരു പപ്പായ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ എൻ്റെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണമല്ലോ. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി അപ്പം എടുത്താൽ അപ്പം നമ്മൾ കിച്ചണ് നീറ്റായിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് നമ്മളെ കട്ട് ചെയ്ത സാധനമൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചു. അതിന് നമ്മളെ ഇച്ചിരി പുളി വേണം നമുക്ക്. മീൻകറിക്ക് പുളി ഇടാറുണ്ടല്ലോ. അപ്പോൾ എല്ലാ ആൾക്കാരും പുളി ഇടാറുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചു. അപ്പം അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മൾക്ക് ചോറ് റെഡിയാക്കണം. അപ്പോൾ ചോറ് ഞാൻ വെച്ചതല്ല, ഇന്നലെ ചോറ് വെച്ചത് അധികം ഉണ്ടായി. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്കാണ് ചോറ് വെക്കാറ്. അപ്പോൾ ഞാനും എൻ്റെ പിള്ളേരായതുകൊണ്ട് ചോറ് വെച്ചാൽ പെട്ടെന്നൊന്നും തീരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ ചോറ് നന്നായി കഴുകി നമ്മൾ ഒട്ടച്ചട്ടി എന്ന് പറയും, അടിച്ചട്ടി. അപ്പോൾ അതിനെന്ത് പറയുന്നത് എനിക്കറിയാം. ഒട്ടച്ചട്ടി എന്ന് ഞാൻ പൊതുവെ പറയല, ഒട്ടച്ചട്ടി എന്നാണ്. അപ്പോൾ അതിലിട്ട് ഞാൻ ചോറ് നന്നായി കഴുകിയതിന് ശേഷം ചട്ടിയിലിട്ട് വെള്ളം കൂട്ടി, എന്നിട്ട് ഞാൻ ചട്ടിയിൽ നിന്നും കഴുകുക. അപ്പോൾ ഇച്ചിരി വസവാസ് കൂടുതലായതുകൊണ്ട് ഞാൻ അതും കഴുകി, എന്നിട്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ട് ഞാൻ മൂടി വെച്ചോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നമ്മളെ ഫിഷ് കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫിഷ് കറി എങ്ങനെയാണെന്ന് വെച്ചാൽ, ചട്ടി അടുപ്പത്ത് വെച്ചു, ഇച്ചിരി വെളിച്ചെണ്ണ കൂട്ടി, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, നമ്മളെ കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരാൻ വെച്ചാൽ ഞാൻ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. അപ്പോൾ വെളുത്തുള്ളി ഇച്ചിരി ഞാൻ അവിടെ എടുത്ത് വെച്ച് എന്താ വെച്ചാൽ നമ്മളെ പപ്പായ കറിക്കിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഞ്ചി എനിക്ക് ആവശ്യമില്ല പപ്പായക്ക്. മീൻകറിക്ക് ഇഞ്ചി ഇടും, പച്ചക്കറിക്ക് ഇഞ്ചി ഇടാറില്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് അതിട്ടതിന് ശേഷം ഞാൻ സവാള ഇട്ട് നന്നായി വഴറ്റണം. സവാള ഇച്ചിരി മൂത്ത് വരണം. അപ്പോൾ അതുവരെ ഞാൻ എന്ത് ചെയ്തു, ഇളക്കി കൊടുത്തു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ എൻ്റെ എല്ലാ കറീൻ്റെയും പ്രൊസീജിയേഴ്സൊക്കെ സെയിമാണ്. അപ്പോൾ പച്ചക്കറി ആയാലും മീൻകറി ആയാലും ആദ്യം എണ്ണ കൂട്ടും, പിന്നെ വെളുത്തുള്ളി ഇടും, സവാള ഇടും, പിന്നെ അതും ഇച്ചിരി മൂത്ത് വരുമ്പോഴേക്ക് പച്ചമുളക് ഞാൻ ഒന്നിച്ചിട്ടിടും. അപ്പോൾ എണ്ണക്ക് ഞാൻ കറിവേപ്പില ഇടുന്ന സമയത്ത് ഞാൻ പച്ചമുളക് ഇടും. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഭയങ്കര സ്മെല്ലായിരിക്കും പച്ചമുളക് എണ്ണയിൽ മൂത്ത് വരുമ്പോഴേക്ക്. അപ്പോൾ അതെനിക്ക് ആ സ്മെല്ല് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഫസ്റ്റ് ഇടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ തക്കാളി മൂത്ത് കഴിയുമ്പോഴേക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ അരച്ച് വെച്ച അരപ്പ് ഇപ്പം ഞാൻ ഇട്ടത് ഞാൻ സേവ് ചെയ്ത് വെച്ച അരപ്പാണ്. അപ്പോൾ ഞാൻ ഇന്നലെയല്ല മിന്നാന്ന് ഞാൻ അരച്ചായിരുന്നു നമ്മൾക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനും കറി വെക്കാനും. അപ്പോൾ അതിൻ്റെ ഇച്ചിരി അരപ്പ് ബാക്കി ഉണ്ടായതുകൊണ്ട് ആദ്യം ഞാനത് ഇട്ട് കൊടുത്തു. നമ്മളെ ഇതിലേക്ക് തക്കാളിയൊക്കെ മൂത്ത് വന്നതിന് ശേഷം.
അപ്പം അത് കഴിഞ്ഞിട്ട് അതേ ടിന്നിലേക്ക് ഞാൻ നമ്മളെ പുളിവെള്ളം ചേർത്ത്, അപ്പം ടിന്നിൽ ഇങ്ങനെ അരപ്പ് പറ്റിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ പുളിവെള്ളം അതിലേക്ക് ചേർത്ത് നന്നായി ടിന്നിനെ കഴുകിയതിലേക്ക് ഞാൻ പുളിവെള്ളം കൂട്ടി. അപ്പം അത് കൂട്ടിയതിന് ശേഷം നമുക്ക് അരപ്പ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ, നമുക്കത് തികയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും നരച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാനതും അതിൽ നിന്നും കുറച്ചിട്ട് പോവാം. അത് കഴിഞ്ഞാൽ ഇച്ചിരി വെള്ളം കൂട്ടി കൊടുത്തത് എന്താ വെച്ചാൽ കറി ഇച്ചിരി മൂത്തത് കൊണ്ട് കുറച്ച് ലൂസാക്കണമല്ലോ, അപ്പോൾ അത് ഞാൻ വെള്ളം കൂട്ടി കൊടുത്തു. ബാക്കി വരുന്ന അരപ്പ് ഞാൻ അതേ ടിന്ന് കഴുകി അതേ ടിന്നിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചു. അപ്പോൾ നാളേക്ക് ഫിഷ് ഫ്രൈ ചെയ്യാനും പിന്നെ കറി വെക്കാനൊക്കെ എനിക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചു. ബാക്കിയുള്ള അരപ്പിലേക്ക് ഞാൻ വെള്ളം കൂട്ടി ചട്ടി കൊഴിച്ച് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ ചോറ് തിളച്ച് വന്നപ്പോൾ അപ്പോൾ അതിൻ്റെ വാർക്കലും ഓടുകൂടി എൻ്റെ ചോറിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇന്ന് എന്താ ചോറ് റെഡിയായി. നമ്മൾ ഫിഷ് കറി ഇപ്പം റെഡിയാവാൻ പോവാണാവോ. അതായത് നമ്മൾ മുളക് തിളച്ച് വന്നു, നന്നായി തിളച്ച് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമ്മൾ ഫിഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് അയക്കൂറയായിരുന്നു. അപ്പോൾ ഞാൻ ഫിഷൊന്നും കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴേക്കാണ് ഒരാൾ ഇതുവരെ ഫിഷ് വരാത്ത ഒരാളാണ് ഫിഷ് കൊണ്ടുവന്ന് വന്നത്. അപ്പോൾ അത് അയാൾ തന്നെ എനിക്ക് ഫിഷ് കട്ട് ചെയ്തൊക്കെ തന്നു. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ തലേന്ന് ഇടാറില്ല ഫിഷിന്. ഇപ്രാവശ്യം അയാൾ കട്ട് ചെയ്ത് തന്നതുകൊണ്ട് അതൊക്കെ ഞാൻ ഇട്ടായിരുന്നു. പിന്നെ ഞാൻ പല്ലൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്തിട്ടായിരുന്നു. എനിക്ക് പല്ല് കണ്ണിടുന്നതൊന്നും ഇഷ്ടമല്ലേ ഫിഷിൻ്റെ കറിക്ക്. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മളൊരു ടിപ്സല്ല നമ്മളെ സുജാത മിക്സിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാവും. എന്താ വെച്ചാൽ നമ്മൾ സുജാത മിക്സിൻ്റെ ബ്ലേഡ് എന്ന് ഒരേപോലെ സെയിം അധികം നേരെ ഉണ്ടാവണമെങ്കിൽ അത് നമ്മൾ ലിക്വിഡ് ഇട്ട് നമ്മൾ അരച്ചതിന് ശേഷം നമ്മൾ നന്നായി കഴുകി ലിക്വിഡ് ഇട്ട് നമ്മൾ ഒരു 10 സെക്കൻഡെങ്കിലും മിക്സിയിലിട്ട് അടിച്ച് നന്നായി കഴുകണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനതും ചെയ്ത് കുത്തനെയായിരിക്കും നമ്മൾ മിക്സി വെക്കാറാവുക. മിക്സി കമഴ്ത്തി വെക്കരുത്, കുത്തനെ വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗത്തേക്ക് വെള്ളം കയറിപ്പോവും. അപ്പം അങ്ങനെ ഞാൻ അത് ചെയ്തതിന് ശേഷം നമ്മളെ അടുത്തതായി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണം, നമ്മളെ പപ്പായ കറി വെക്കണം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പപ്പായ കറി വെക്കാനും ഫിഷ് ഫ്രൈ ചെയ്യാനും ചട്ടി ഒന്നിൽ പാന് വെച്ചു, ഒന്നിൽ ചീനച്ചട്ടി വെച്ചു. അപ്പം ഞാൻ പറഞ്ഞ പോലെ പ്രൊസീജിയേഴ്സൊക്കെ സെയിം ആണ് എല്ലാ കറികൾക്കും. ബട്ട് പച്ചക്കറി ആയതുകൊണ്ട് ഞാൻ കടുകിട്ട് പൊട്ടിക്കും. അപ്പം നമ്മൾ ഇവിടെ കാസർഗോഡ് ഫിഷ് കറിക്കൊന്നും കടുകിടാറില്ല. അപ്പോൾ പൊതുവെ ഞാൻ കണ്ണൂർ ഭാഗത്ത് അങ്ങോട്ടൊക്കെ ഫിഷ് കറിക്ക് കടുകിടാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ കടുകിടാറില്ല. അപ്പോൾ ഞാൻ പച്ചക്കറിക്ക് ഞാനിതാ കടുകിട്ട് പൊട്ടിച്ചു. പിന്നെ നമ്മളെ കറിവേപ്പില ഇട്ടു, സവാള ഇട്ടു, പച്ചമുളക് ഇട്ടു, നന്നായി വഴറ്റത് ഒന്ന് മൂത്ത് വരുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നമ്മളെ ഫിഷ്, എനിക്കും എൻ്റെ 2 മക്കൾക്കും 3 ഫിഷ് മതി. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം മുമ്പും പറഞ്ഞായിരുന്നല്ലോ, ഞാൻ എല്ലാ കറികൾക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഈ സവാള ഇട്ട് കഴിയുമ്പോൾ തന്നെ ഞാൻ അതും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ എല്ലാ കറിക്കും സെയിം പ്രൊസീജിയറാണ്. അപ്പോൾ വീണ്ടും പറയുന്ന മടുപ്പ് തോന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് അതും ചെയ്ത് ഞാൻ നമ്മളെ പപ്പായ ഇട്ട് കൊടുത്തു. അപ്പോൾ പപ്പായ എന്ത് പച്ചക്കറി വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ചു പോവോ. അതിന് നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം. പച്ചക്കറി വെക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ആയിരിക്കണം. പിന്നെ നമ്മളിതാ ഫിഷ് റെഡിയായി. നമ്മൾ ഫിഷും ഇന്ന് റെഡിയായി കഴിഞ്ഞു. അതിനെ മറച്ചും തിരിച്ചും ഇട്ടതിന് ശേഷം ഫിഷ് റെഡിയായി. പിന്നെ ഞാൻ നമ്മളെ പപ്പായക്ക് തേങ്ങ ഇട്ട് കൊടുത്തു. അപ്പോൾ തേങ്ങ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചതാണ്. ഞാൻ തേങ്ങ നമ്മളെ നീര് ദോശ ചുടുമ്പോഴും പച്ചക്കറി വെക്കുമ്പോഴും മാത്രമാണ് ഞാൻ തേങ്ങ ഉപയോഗിക്കാറ്. അധികം ഞാൻ മുളകിലാണ് കറി വെക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചാറ് വെക്കുന്നെങ്കിലും ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ തേങ്ങ മുമ്പേ ചരിച്ച് ഒരു തേങ്ങ കംപ്ലീറ്റ് ഞാൻ ചരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് സ്റ്റോർ ചെയ്ത് വെച്ചതും ഇട്ട് ഞാൻ പപ്പായക്ക് ഇച്ചിരി കയ്യിലൊരു 3 പിടി, ഞങ്ങൾക്കൊരു 3 പിടി നിർബന്ധമാണ്. ഒരു പിടി ഞങ്ങൾക്ക് ഒരു ഒസ്വാസമൊന്നും അറിയില്ല, ഒരു പിടി ശരിയാവില്ല, 3 പിടി എന്തായാലും നിർബന്ധമാണ്. അതുകൊണ്ട് ഇച്ചിരി ആയാലും ഒരു 3 പിടി ഇടണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 3 പിടി ഇട്ട് കൊടുത്തു. അങ്ങനെ ഇച്ചിരിയും കൂടി നമ്മളെ വഴറ്റി മൂടി വെച്ചു. നമ്മളെ പപ്പായ റെഡിയാണ്. വെള്ളം ആവശ്യമുണ്ടായാലും ഇച്ചിരി വെള്ളം കൂടി കൂട്ടി കൊടുക്കണോ. ആവശ്യമില്ലാത്ത ആൾക്കാർ കൂട്ടി കൊടുക്കണ്ട. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം നമുക്കൊരു ടേസ്റ്റാണ്. എൻ്റെ ഒരു ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം കൂട്ടി കൊടുത്തു. പിന്നെ ഞാൻ നമ്മളെ രാത്രിയൊക്കെയുള്ള
സെറ്റപ്പിലാണ് നമ്മൾ രാത്രി അപ്പം ചൂടണമല്ലോ. അപ്പോൾ ഉച്ച കഴിഞ്ഞാൽ പിന്നെ രാത്രിയേക്കാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അരി നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണമല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് ഇതാ ക്യാമറ ഓണിലായതുകൊണ്ട് ഞങ്ങൾക്ക് അരി വെച്ച സ്ഥലം മറന്നുപോയോ. അപ്പോൾ അങ്ങനെ എൻ്റെ അരി ഇന്നത്തെ അവസാനിക്കുകയാണ്. ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.